നമസ്കാരം. മൈ ആസ്ട്രോവിനിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. തുലാം രാശിക്കാർക്ക് സാമ്പത്തിക വളർച്ചയടക്കം ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. ഇപ്പോൾ 2026 തുലാം രാശി ഫലത്തിലേക്ക് വിശദമായിട്ട് നമുക്ക് പരിശോധിക്കാം. 2026 തുലാം രാശിക്കാർക്ക്, അതായത് ചിത്തിര നക്ഷത്രത്തിന്റെ അവസാന പാദം, ചോതി നക്ഷത്രം, വിശാഖ നക്ഷത്രത്തിന്റെ ആദ്യ 3 പാദങ്ങൾ ചേർന്നവ. അപ്പോൾ ശക്തിയും പുരോഗതിയും ഒക്കെ നിറഞ്ഞ വർഷമായിട്ടാണ് നിങ്ങൾക്ക് മാറാൻ പോകുന്നത്. ശുക്രൻ, വ്യാഴം, ശനി എന്നീ ഗ്രഹങ്ങളുടെ അനുകൂല സഞ്ചാരം കാരണമായിട്ട് കരിയർ, ധനം, പ്രണയം, കുടുംബജീവിതം തുടങ്ങിയ എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് വളർച്ചയും അവസരങ്ങളൊക്കെ ലഭിക്കും. എന്നിരുന്നാലും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളും മാനസിക ചാഞ്ചാട്ടങ്ങളൊക്കെ അനുഭവപ്പെടാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. മനഃശാന്തിയും ക്ഷമയും പാലിച്ചാൽ ഈ വർഷം ജീവിതത്തിലെ ഗണ്യമായ മാറ്റങ്ങളോട് കൂടി നിങ്ങൾക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമായിട്ടാണ് മാറാൻ പോകുന്നത്. 2026 വ്യാഴത്തിന്റെ ശക്തമായ അനുകൂല ദൃഷ്ടി നിങ്ങൾക്ക് ഭാഗ്യം, യാത്രാവസരങ്ങൾ, ജോലി മേഖലയിലെ ഉയർച്ച എന്നിവ നേട്ടങ്ങളാണ് നൽകുന്നത്. അപ്പൊ ശനിയുടെ സാന്നിധ്യം ദിനചര്യത്തില് ക്രമശീലവും ആരോഗ്യപരമായ ശ്രദ്ധയൊക്കെ ആവശ്യപ്പെടുത്തിയേക്കും. അതേസമയം വർഷത്തിന്റെ ആരംഭത്തിൽ ചില വെല്ലുവിളികൾ ഉണ്ടാവുമെങ്കിലും വർഷത്തിന്റെ മധ്യത്തോടുകൂടി സാഹചര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് മാറാനുള്ള ഒരു സാഹചര്യവും കാണുന്നുണ്ട്. അപ്പൊ അവസാനത്തിൽ നിങ്ങൾ കൂടുതൽ ശക്തിയും ആത്മവിശ്വാസമൊക്കെ ഉള്ള വ്യക്തിയായിട്ട് മുന്നോട്ട് നീങ്ങും. ഇപ്പൊ കരിയർ, ബിസിനസ്സിലേക്ക് നോക്കുകയാണെങ്കിൽ 2026 കരിയറും ബിസിനസ്സും സംബന്ധിച്ച് തുലാം രാശിക്കാർക്ക് വർഷാരംഭത്തിൽ ചില കാലതാമസങ്ങളാണ് കാണിക്കുന്നത്. അംഗീകാരക്കുറവും ഒക്കെ അനുഭവപ്പെടും. നിങ്ങളുടെ സമർപ്പണവും കഠിനാധ്വാനവും വർഷം മുന്നോട്ട് പോകുന്തോറും മികച്ച നേട്ടങ്ങളാണ് നൽകുക. ഇപ്പൊ മധ്യവർഷത്തോടെ പ്രമോഷൻ, പുതിയ ചുമതലകള്, സ്ഥലമാറ്റം എന്നിവ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ബിസിനസ്സുകാർക്ക് വ്യാപാര വിപുലീകരണം, പുതിയ പങ്കാളിത്തം, വിദേശ ബന്ധങ്ങൾ എന്നിവ സഹായത്തോടെ ലാഭകരമായ അവസരങ്ങളാണ് ലഭിക്കുക. പ്രത്യേകിച്ച് 2026 മാർച്ചിന് ശേഷമുള്ള കാലം പുതിയ പ്രൊജക്റ്റുകളും വളർച്ചാ പദ്ധതികളും ഒക്കെ ആരംഭിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു കാലഘട്ടമായിരിക്കും. അപ്പൊ നിങ്ങളുടെ നയതന്ത്ര ശേഷിയും ആകർഷകമായ വ്യക്തിത്വമൊക്കെ കരിയറിലും ബിസിനസ്സിലും ഒക്കെ മികച്ച വിജയങ്ങളൊക്കെ നേടാനായിട്ട് നിങ്ങളെ സഹായിക്കും. ഇനി നമുക്ക് സാമ്പത്തിക മേഖലയെ ഒന്ന് പരിശോധിക്കാം. ഇപ്പൊ 2026 തുലാം രാശിക്കാരുടെ സാമ്പത്തിക സ്ഥിതി വർഷാരംഭത്തിൽ സ്ഥിരതയുള്ളതായിരിക്കും. പക്ഷെ വലിയ ലാഭങ്ങളൊക്കെ കാണാനൊന്നും ഇടയില്ല. എന്നാൽ വർഷം മധ്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഈ വരുമാനമൊക്കെ ഗണ്യമായിട്ട് ഉയരും. പ്രത്യേകിച്ചിട്ട് വാഹനം അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഒക്കെ വാങ്ങാനുള്ളൊരു സാധ്യത ശക്തമായിട്ട് കാണുന്നുണ്ട്. വിദേശ ബന്ധങ്ങളിലൂടെ, പങ്കാളിത്ത ബിസിനസ്സിലൂടെയൊക്കെ അധിക ലാഭം ലഭിക്കുന്ന ഒരു അവസരം തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ചെലവുകളൊക്കെ ആസൂത്രിതമായിട്ട് നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയും. കാരണം ചില അനിശ്ചിത ചെലവുകളൊക്കെ വരാനിടയുണ്ട്. കൂടാതെ ബാങ്ക് വായ്പകളും സാമ്പത്തിക ഇടപാടുകളും ഒക്കെ അനുകൂലമായിട്ട് മാറുന്ന ഒരു സമയമാണ്. അപ്പൊ മൊത്തത്തിൽ സാമ്പത്തിക സ്ഥിതി ഉറച്ചതും വളർച്ച നിറഞ്ഞതുമായിട്ടാണ് ഈ വർഷം നിങ്ങളെ കാത്തിരിക്കുന്നത്. നമുക്ക് വിദ്യാഭ്യാസത്തിലേക്ക് കടക്കാം. ഇപ്പൊ 2026 വിദ്യാർത്ഥികൾക്ക് വർഷത്തിന്റെ തുടക്കത്തിൽ കുറച്ച് ശ്രദ്ധക്കുറവും പഠനത്തിൽ ഏകാഗ്രത ഇല്ലായ്മയും ഒക്കെ അനുഭവപ്പെടും. എന്നാൽ വർഷം മുന്നോട്ട് പോകുന്തോറും ഏകാഗ്രത, ആത്മവിശ്വാസമൊക്കെ മെച്ചപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. മധ്യവർഷത്തോടെ മികച്ച അക്കാദമിക് പുരോഗതി കൈവരിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയും. മത്സര പരീക്ഷകൾ എഴുതുന്നവർക്കൊക്കെ അനുകൂല ഫലങ്ങളും വിജയം നേടാനുള്ള ഒരു സാധ്യതയൊക്കെ കൂടുതലായിരിക്കും. കൂടാതെ വിദേശ വിദ്യാഭ്യാസമോ ഉയർന്ന പഠനമോ ലക്ഷ്യമിടുന്നവർക്ക് ഈ വർഷം മികച്ച അവസരങ്ങൾ ലഭിക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. നമുക്ക് ആരോഗ്യകാര്യം നോക്കുകയാണെങ്കിൽ 2026 തുലാം രാശിക്കാരുടെ ആരോഗ്യ വിഭാഗം പ്രത്യേക ശ്രദ്ധയ്ക്ക് വിധേയമായിരിക്കും. കാരണം വർഷത്തിന്റെ ആരംഭത്തിൽ ചെറിയ അസുഖങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും ഒക്കെ അനുഭവപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിനാൽ നിങ്ങളുടെ ദൈനംദിന ക്രമീകരണത്തിൽ ശുചിത്വം, സ്ഥിരമായ വ്യായാമം, ആരോഗ്യപരമായ ഭക്ഷണശീലമൊക്കെ ഉൾപ്പെടുത്തുക. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ജീവിതശൈലി നിയന്ത്രിക്കുന്നത് വഴി നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വഷളാവാതെ തടയാനായിട്ട് നിങ്ങൾക്ക് കഴിയും. ഇപ്പൊ വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ ആരോഗ്യനില ഗണ്യമായിട്ട് മെച്ചപ്പെടും. ഊർജവും മാനസിക ശക്തിയൊക്കെ ഉയർന്നു വരും. ഇപ്പൊ യോഗ, മെഡിറ്റേഷൻ ഒക്കെ ഈ വർഷം നിങ്ങളെ സന്തുലിതരാക്കുമെന്ന് വേണം പറയാൻ. ഇതുവഴി നിങ്ങൾക്ക് സമാധാനമൊക്കെ ലഭിക്കും.
പ്രേമം ദാമ്പത്യത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ 2026 തുലാം രാശിക്കാരുടെ പ്രണയവും ദാമ്പത്യ ജീവിതവും ഒക്കെ വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. അവിവാഹിതർക്കായിട്ട് പ്രണയ സംഭവങ്ങളും വിവാഹ ആലോചനകളും ഒക്കെ ഉയർന്ന സാധ്യതയുള്ള വർഷമായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചിട്ട് മെയ് മാസത്തിന് ശേഷം ശുക്രന്റെ അനുഗ്രഹം മൂലം ബന്ധങ്ങളൊക്കെ കൂടുതൽ ആഴമുള്ളതും സ്ഥിരതയുള്ളതുമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ ദിശയിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് കഴിയും. വിവാഹിതർക്ക് ദാമ്പത്യ ജീവിതം സന്തോഷം, ആത്മീയ ബന്ധങ്ങളൊക്കെ നിറഞ്ഞതായിട്ടാണ് മാറുന്നത്. അപ്പോൾ ഐക്യം, സ്നേഹം, കൂടിച്ചേരലുകൾ, കൂടാതെ റൊമാൻറ്റിക് യാത്രകൾക്കുള്ള ഒരു അവസരങ്ങളൊക്കെ ലഭിക്കും. ചിലപ്പോൾ ചെറിയ വൈകാരിക സംഘർഷങ്ങളൊക്കെ ഉണ്ടാവാമെങ്കിലും അത് പെട്ടെന്ന് എന്താ പറയുക, നിങ്ങളുടെ ക്ഷമയൊക്കെ ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ പരിഹരിക്കാനായിട്ട് കഴിയും. ദീർഘകാലം നീണ്ടു നിൽക്കുന്നില്ല. ഇപ്പോൾ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ശക്തമായിട്ട് നിലനിൽക്കുന്നു എന്നാണ് നിങ്ങളുടെ രാശിഫലം കാണിക്കുന്നത്. കൂടാതെ കുട്ടികളുമായിട്ടുള്ള ബന്ധം കൂടുതൽ സൗഹൃദപരവും സന്തോഷകരമായിട്ടും മാറുന്നുണ്ട്. നമുക്ക് തുലാം രാശിക്കാർക്ക് ജീവിതം കൂടുതൽ സന്തുലിതവും വിജയകരവുമായിട്ട് മുന്നോട്ട് നയിക്കാൻ ചില ലളിതമായ പരിഹാരങ്ങളാണ് പറയുന്നത്. അപ്പോൾ ശുക്രവാരങ്ങളിൽ വ്രതമെടുക്കുകയോ ശുക്രമന്ത്രം ജപിക്കുകയോ ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് ശുക്രന്റെ അനുഗ്രഹം കൂടുതൽ ലഭിക്കാനായിട്ട് ജ്യോതിഷപ്രകാരം വെള്ളി ധരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് ഭാഗ്യവും സമൃദ്ധിയും ഒക്കെ വർദ്ധിപ്പിക്കാം. വെള്ളപ്പൂക്കൾ ദാനം ചെയ്യുകയും ലക്ഷ്മി പൂജ നടത്തുകയും ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് സാമ്പത്തിക സ്ഥിരതയും സമാധാനവും ഒക്കെ കൂട്ടാനായിട്ട് സാധിക്കും. കൂടാതെ പാവപ്പെട്ടവർക്ക് ഭക്ഷണം ദാനം ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് മനസ്സിന് ശാന്തിയും ആത്മീയ ഫലങ്ങളൊക്കെ നൽകുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നിങ്ങളുടെ രാശിഫലം നോക്കുകയാണെങ്കിൽ 2026 തുലാം രാശിക്കാർക്ക് വളർച്ചയും സമൃദ്ധിയും നിറഞ്ഞ ഒരു വർഷമായിട്ടാണ് കാണുന്നത്. ഇപ്പൊ നിങ്ങളുടെ എന്താ പറയുക, സ്വാഭാവിക ആകർഷണവും നയതന്ത്ര ശേഷിയും ഒക്കെ ഉപയോഗിച്ചിട്ട് എല്ലാ വെല്ലുവിളികളെയും വിലപ്പെട്ട അവസരങ്ങളാക്കി മാറ്റാനായിട്ട് നിങ്ങൾക്ക് കഴിയും. നിങ്ങൾക്ക് നല്ലൊരു ശുഭ ദിവസം ഞാൻ ആശംസിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. നന്ദി, നമസ്കാരം. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ അധ്യായം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം.